ആരാണ് മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു? മഹാനവറുകൾ ബഗ്ദാദിലാണ് ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ജീലാനി എന്ന് പറയുന്ന പ്രദേശത്ത് മഹാനവറുകൾ ഭൂജാതനാവുകയും അങ്ങനെ യതീമായി വളർന്ന് ഉമ്മയുടെ ശിക്ഷണത്തിൽ അതപോടെ ചിട്ടയോടെ വളർന്ന് ലോകത്ത് പരിവർത്തനത്തിന്റെ പണപ്പാട്ട് മുഴക്കിയ മഹാനാണ് ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ബഹുമാനികളെ, ഗൗസുൽ ആലമിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ, അവിടുത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ നൂറ്റാണ്ടിൽ ധാരാളം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സഹായകമായി മാറും. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഉപ്പാപ്പാന്റെ സന്ദേശങ്ങൾ ചെറുതല്ല. ഇന്നിന്റെ ലോകത്ത് ജീവിക്കുന്നവർക്ക് വലിയ പാഠമാണ്. നാം നമ്മുടെ മക്കളെ ആർക്കാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്, നിക്കാഹ് കഴിച്ചു കൊടുക്കേണ്ടത്? ഗൗസുൽ ആലമിന്റെ ഉമ്മയെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കും, ബാപ്പയെ പഠിച്ചാൽ ഉപ്പാപ്പയെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, അവിടുത്തെ ഉപ്പാപ്പ ഗൗസുൽ ആലമിന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചു കൊടുത്തത് ആർക്കാണ്? ഒരു ചെറിയ പഴത്തിന്റെ പേരിൽ മനസ്സ് വിഷമിച്ചുകൊണ്ട് പൊരുത്തം ചോദിക്കാമെന്ന മഹാനാണെങ്കിൽ, ആ ദാമ്പത്യ വല്ലരിയിൽ അള്ളാഹു കൊടുത്ത മോനാണ് ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഹറാമ് ചിന്തിച്ചില്ല, ഹറാമ് പറഞ്ഞില്ല, ഹറാമിന്റെ വഴിയിലേക്ക് മഹാനവറുകൾ ഒരിക്കലും തന്നെ പോയില്ല. അറിയാം, സത്യസന്ധരാണ് മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, സത്യം യഹ്ദീ ഇലൽ ജന്ന, അത് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? മാത്രമല്ല, അവിടുത്തെ വലിയ സ്ഥാനമാണ് അൽ അമീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമീനാണ്, വിശ്വസ്തനാണ്, സത്യസന്ധനാണ്. എന്നാൽ ആ നിലക്ക് തന്നെ ജീവിച്ച മഹാനാണ് ഗൗസുൽ ആലം ഉപ്പാപ്പ. സത്യം മാത്രമേ മഹാനവറുകൾ പറഞ്ഞുള്ളൂ, സത്യം മാത്രമേ മഹാനവറുകൾ ചിന്തിച്ചിട്ടുള്ളൂ. സഹോദരങ്ങളെ, കളവ് പറയല്ല എന്നും ചൊന്നാരേ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ ബിൽഖുത്ബി റബ്ബാനി വൽഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അതുകൊണ്ട് ബഹുമാനികളെ, സ്നേഹത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഗൗസുൽ ആലമിനെ പഠിക്കണേ. മഹാനായ ഗൗസുൽ ആലം ഉപ്പാപ്പ അവിടുന്ന് കൊള്ളക്കാർക്ക് പൊന്നു കൊടുത്തല്ലോ. വിശദമായി പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അതേ കൊള്ളക്കാര് കൂടെയുള്ളവരെ പരിശോധിച്ചു, പലതും കട്ടെടുത്തു. എന്നാൽ ഗൗസുൽ ആലമിനെ മൈൻഡ് ചെയ്തില്ല. ഒരാൾ ചോദിച്ചപ്പോൾ എന്റെ അടുക്കൽ പൊന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴല്ലേ കൊള്ളത്തലവന്റെ മുന്നിലേ കൊണ്ടുപോകുന്നത്. ചോദിക്കുന്നു, മോനെ, നിനക്ക് കളവ് പറഞ്ഞുകൂടായിരുന്നോ? പൊന്നില്ല, ഒന്നുമില്ല എന്റെ കയ്യിലെന്ന് പറഞ്ഞാൽ പൊന്നു മോനെ ഒരു പ്രശ്നവുമില്ലല്ലോ.
പിന്നെ നീ എന്തിനാണ് ഞങ്ങൾ അറിയാത്ത വിഷയം വളരെ കൃത്യമായി സത്യമായി പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് ഗൗസുൽ ഉപ്പാപ്പ പറഞ്ഞതെന്താണ്? എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സത്യം മാത്രം പറയുക, ഹഖ് മാത്രം പറയുക. ഖുലിൽ ഹഖ വഇൻ കാന മുർറാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ. ഖുൽ, നിങ്ങൾ പറയൂ, അൽ ഹഖ, ഹഖിനെ നിങ്ങൾ പറയൂ. വഇൻ കാന മുർറാ, അതെത്ര കൈപ്പേറിയതാണെങ്കിലും ഹഖിനെ നിങ്ങൾ പറയണം, സത്യത്തെ നിങ്ങൾ പറയണമെന്ന് പഠിപ്പിച്ച ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെഞ്ചിലേറ്റിയ ഗൗസുൽ ആലം ഉപ്പാപ്പ പറഞ്ഞത്, ഉമ്മ എന്നോട് പറഞ്ഞു സത്യം പറയാൻ. സത്യം പറഞ്ഞല്ലോ, കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരേ, കള്ളന്റെ കയ്യില് പൊന്നെ കൊടുത്തോവാർ. പ്രിയപ്പെട്ടവരെ, അവിടത്തെ ജീവിതം പഠനമായിരുന്നു. അവിടത്തെ ജീവിതം ഇൽമിന് വേണ്ടി അവിടുന്ന് നിറച്ചു വെച്ചതായിരുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ عالما أو متعلما أو محبا أو مستمعا فلا تكن خامسا أو كما قال رسول الله صلى الله عليه وسلم. ഒന്നുകിൽ നീ ആലിമാവണം, അതല്ലെങ്കിൽ നീ മുതഅല്ലിമാവണം, അതല്ലെങ്കിൽ ഇൽമിനെ സ്നേഹിക്കുന്നവരാവണം, ഇൽമിനെ കേൾക്കുന്നവരാവണം. അഞ്ചാമതൊരു വിഭാഗത്തിൽ പെട്ടുപോകാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ നായകനാണെങ്കിൽ ആ വഴിയിലൂടെ ചലിച്ച നായകനാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച് ജീവിച്ചവരാണ് ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ബഹുമാനികളെ, ഇൽമിന്റെ വഴിയിലൂടെ ചലിക്കാൻ ഗൗസുൽ ആലം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അവിടെ ഉമ്മയോട് പറഞ്ഞതെന്താണ്? ഉമ്മ, എനിക്ക് ഇൽമു പഠിക്കണമെന്നാണ്. പശുവെ ഫായിച്ചാരേ ഇതിനോ ഫടച്ചെന്ന് പശുവെ പറഞ്ഞോ. ഉപ്പാപ്പനോട് പശു പറയാണ്, നിങ്ങൾ അതിനു വേണ്ടിയല്ല പഠിച്ചത്, നിങ്ങൾ ദീനിനു വേണ്ടിയാണ്. ദീൻ വേണമെങ്കിൽ എന്തു വേണം? ഇൽമാണ്. ഇസ്ലാമിന്റെ ജീവൻ എന്താണ്? ഇൽമാണെന്ന് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, അതിന്റെ വാതിലാരാണ്? അലിയാർ തങ്ങളാണെന്ന് പഠിപ്പിച്ചുവെങ്കിൽ ആ വഴിയിൽ ഇൽമിന്റെ ലോകത്തിലേക്ക് തന്റെ മുഴുവൻ സമയവും ചെലവഴിച്ച മഹാനാണ് ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇന്നിപ്പോ ഗൗസുൽ ആലമിന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും സഹോദരങ്ങളെ പ്രവർത്തിക്കുന്നത് കാണാം. അവർ ഇൽമിന്റെ വഴിയിൽ ഒരു സംഭാവനയും ചെയ്യുന്നില്ല. അവർ ഇൽമു പഠിക്കാൻ പ്രോത്സാഹനം നൽകുന്നില്ല. അവർക്ക് ദർസ് വേണ്ട, അവർക്ക് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വേണ്ട, അവർക്ക് ആലിമീങ്ങൾ വിഷയമല്ല, മുതഅല്ലിമീങ്ങൾ വിഷയമല്ല. ഗൗസുൽ ആലം ആരായിരുന്നു? വലിയ ആലിമായിരുന്നു. ഗൗസുൽ ആലമിന്റെ ജീവിതം തഅല്ലുമിന്റെ മേഖലയിലായിരുന്നു. എന്നാൽ ഇന്ന് ചില ആള് ഗൗസുൽ ആലമിന്റെ ആളാണ്, ഗൗസുൽ ആലമിന്റെ തരീഖത്തിന്റെ ശൈഖാണെന്ന് പറഞ്ഞ് ഒരു അലിഫും പോലും പഠിക്കാത്ത ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ദർസിനോട് പുച്ഛമാണ്, ആലിമീങ്ങളോട് പുച്ഛമാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ആവരുതേ. ഗൗസുൽ ആലമിനെ സ്നേഹിക്കുന്ന നമ്മൾ ഒന്നുകിൽ ആലിമാവണം, അല്ലെങ്കിൽ മുതഅല്ലിമാവണം, അല്ലെങ്കിൽ ഇൽമിനെ കേൾക്കുന്നവരാവണം, അല്ലെങ്കിൽ ഇൽമിന്റെ അഹ്ലുകാരെ സ്നേഹിക്കുന്നവരാവണം. ആ ഒരു സന്ദേശം ഗൗസുൽ ആലം നമ്മെ പഠിപ്പിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും പെട്ടുപോകരുതെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശരീഅത്തില്ലാതെ ഒരു തരീഖത്തിലും നമ്മൾ പെട്ടുപോകരുതേ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ കണ്ടില്ലേ റസൂൽ ഉപ്പാപ്പാനെ ശരീഅത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് ചെയ്ത പണി എന്താ? കൂടുതൽ ആയത്തും ഹദീസും മറ്റുദ്ധരണികളൊന്നും പ്രിയപ്പെട്ടവരെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, വിഷയം മാത്രം പറയുകയാണ്. ഖാദിരിയ്യ തരീഖത്ത്, അതിന്റെ പേരിൽ ഒരുപാട് ആളുകള് വ്യാജന്മാര് വിലസിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ പെട്ടുപോകരുതേ. ഖാദിരിയ്യ തരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനവറുകളുടെ വഴിയാണത്. മഹാനവറുകള് മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളെ ഉണ്ടാക്കാൻ, അവിടുന്ന് ആ വഴിയിലേക്ക് സമൂഹത്തെ നയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വഴിയാണ് ഖാദിരിയ്യ തരീഖത്ത്. എന്നാൽ ആ തരീഖത്തിന്റെ പേരിൽ പലരും നിസ്കാരത്തെ നിഷേധിക്കുകയാണ്, നിസ്കാരം പാടില്ലെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ശരീഅത്തിന്റെ വഴികളെ അവർ അതിശക്തമായി നിഷേധിക്കുകയാണ്. അത് റിഫായി തരീഖത്തിന്റെ പേരിലും ചില ആളുകൾ പ്രവർത്തിക്കുന്നത് കാണാം. എന്നാൽ എന്റെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി ശരീഅത്ത് മുറുകെ പിടിച്ചവരാണ്. ശരീഅത്തില്ലാതെ ത്വരീഖത്തില്ലാതെ ഹഖീഖത്തും മഅരിഫത്തും ഒരിക്കലും നമുക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? അതേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ, മഅരിഫത്താകുന്ന മുത്ത് കരസ്ഥമാകണമെങ്കിൽ നമുക്ക് ത്വരീഖത്ത് അനിവാര്യമാണ്. എന്നാൽ ത്വരീഖത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? ശരീഅത്ത് വേണം. അവിടെ നിന്ന് പറയാണ്, സ്വർണ്ണസ്ഥലികയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്കിന് ഹലാലില്ല, നിങ്ങൾക്കിന് ഹറാമില്ല എന്നവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ഗൗസുൽ അഅ്ലം ഉപ്പാപ്പ ചെയ്ത പണി എന്താണെന്നറിയുമോ? എന്താ ചെയ്തത്? ഞാൻ വലിയ ആളായി പോയി, ഇനി എനിക്ക് ഹറാമോ ഹലാലോ പ്രശ്നമില്ല, എനിക്കെല്ലാം അനുഭവിക്കാം എന്നാണോ മഹാനവറുകളെ പറഞ്ഞത്? അല്ല, അവിടെ നിന്ന് ശൈത്താനെ ആട്ടിയോടിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പറഞ്ഞു ഹബീബ് ഹറാമാക്കിയത് സ്വർണം പുരുഷന്മാർക്ക് ഉപയോഗിക്കൽ, അവിടുന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഹറാമാക്കിയതാണ്. ആ ഹറാം ഹബീബിന് ഹറാമാണെങ്കിൽ എനിക്കും ഹറാമാണെന്ന് അവിടുന്ന് സഹോദരങ്ങളെ പ്രഖ്യാപനം നടത്തിയില്ലേ? വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കള്ളത്വരീഖത്തുകാരുടെ കോടാലിയാണ് റസൂൽ ഉപ്പാപ്പ. അതുപോലെ പുത്തൻ വാദികളുടെ എല്ലാ പേടി സ്വപ്നമാണ് റസൂൽ ഉപ്പാപ്പ. അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവരാണ്. അവർക്ക് വലിയ ബിസിനസ് ഉണ്ടായിരുന്നുവെങ്കിലും ഹൃദയം മുഴുവനും അള്ളയാണ്, ഹൃദയം മുഴുവനും റബ്ബാണ്. പ്രിയപ്പെട്ടവരെ, റബ്ബാണ്. ജമാലുക ഫീ ഐനി وذكرك في فمي وحبك في قلبي وأين تغيب. ൗലിയാക്കൾ അങ്ങനെയാണ്. അവരുടെ കണ്ണിലും അല്ലാഹ്, അവരുടെ കാതിലും അല്ലാഹ്, അവരുടെ ഹൃദയത്തിലും അല്ലാഹ്. അവർക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹു മാത്രമാണ്. അവർ അല്ലാഹുവിന് വേണ്ടിയാണ് ജീവിച്ചത്. എല്ലാവരും ഉറങ്ങുമ്പോഴും അവർ കരഞ്ഞത് റബ്ബിനെ ചിന്തിച്ചുകൊണ്ടാണ്. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ, റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ അവിടുന്ന് പഠിപ്പിച്ചില്ലേ, പാടിയില്ലേ? കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമോ. മുഹബ്ബിന്റെ മേലിൽ പ്രേമയ്ക്ക് പ്രേമ വാചനങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഉറക്ക് ഹറാമാണ്. ഈ ലോകത്ത് നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞതും അല്ലാഹനെ ചിന്തിച്ചിട്ടാണ്. അവിടുന്ന് നിസ്കാരത്തിൽ പൊട്ടി കരഞ്ഞു. ആരെ ചിന്തിച്ചിട്ടാണ്? അല്ലാഹുവിനെ ചിന്തിച്ചിട്ടാണ്. സ്വഹാബത്ത് മദീനത്തെ പള്ളിയിൽ വരുമ്പോ കരയുന്ന ഹബീബിനെയാണ് കാണുന്നത്. അൽ ബഖറ ഓതിയിട്ട് കരയുന്നു, ആലി ഇമ്രാൻ ഓതിയിട്ട് കരയുന്നു.
ഓരോ ആയത്തുകളും ഓതി മഹാനവറുകൾ കരയുമ്പോ അവിടുന്ന് ചോദിക്കുന്നു, കരയുന്നതെന്തിനാ? എനിക്ക് എന്റെ റബ്ബിനെ ചിന്തിച്ചിട്ടാ കരയുന്നതെന്ന് പഠിപ്പിച്ച മഹാനായ മുഹമ്മദ് മുസ്തഫ. ഒരു വഴിയിൽ ചലിച്ച മഹാനാണ്. അവിടുന്ന് ബിസിനസ് പ്രശ്നമല്ല, ഒന്നും അവർക്ക് പ്രശ്നമല്ല, അവർക്ക് വേണ്ടത് റബ്ബാണ്. മഹാനവറുകള് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഹാദിമാ ശിഷ്യനാമെന്ന് പറയാണ്, അവിടുത്തെ കപ്പലതാ അവിടുന്ന് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവിടത്തെ ചരക്ക് കപ്പല്, ആ ചരക്ക് കപ്പലിക്ക് പ്രശ്നം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ നോക്കുന്നത് എവിടത്തേക്കാണെന്നറിയുമോ? ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അൽഹംദുലില്ലാ പറയുകയാണ്. വീണ്ടും അവിടെ ആ മനുഷ്യൻ വന്ന് പറയാണ്, ഇല്ല ഔസുല്ലാലമേ, ഇല്ല ഔസുല്ലാലമേ, അവിടത്തെ കപ്പലിനൊന്നും സംഭവിച്ചിട്ടില്ല, അത് മറ്റാരുടേതോ കപ്പലാണെന്ന് പറഞ്ഞപ്പോഴും നോക്കിയത് എവിടെയാണ്? ഹൃദയത്തിലേക്കാണ്. ചോദിക്കുന്നു, ശൈഖ് അവറുകളെ, നിങ്ങൾ എന്തേ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലയല്ലേ പറഞ്ഞത്? പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ അൽഹംദുലില്ലാ എന്നല്ലേ പറഞ്ഞത്? കാരണം എന്താ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, നഷ്ടപ്പെട്ടു എന്ന് വന്നപ്പോ എനിക്ക് എന്തെങ്കിലും ദുഃഖം വന്നോ എന്നാ നോക്കിയത്. ഇല്ല, എന്റെ ഹൃദയത്തിന് ചാഞ്ചല്യം വന്നിട്ടില്ല, അൽഹംദുലില്ലാ. കിട്ടി എന്ന് മനസ്സിലായപ്പോൾ കൂടുതൽ സന്തോഷം വന്നു. അപ്പോഴും എന്റെ ഹൃദയത്തിൽ ചലനമില്ല. എന്റെ ഹൃദയം മുഴുവനും അല്ലാഹ്, എന്റെ ഹൃദയം മുഴുവനും അല്ലാഹ്. ഇതാണ് ഗൗസുൽ ഉപ്പാപ്പ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അത്ഭുതത്തിന്റെ കലവറയാണ് ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് തങ്ങളെങ്കിൽ അവിടത്തെ വിമർശിക്കുന്നവർ ഇന്ന് ധാരാളം കാണാം. അവിടത്തെ ത്വരീഖത്തിനെ വിമർശിക്കുന്നവരെ കാണാൻ, പുത്തൻവാദികളെ കാണാം. അതുപോലെ മഹാനവറുകൾ ജീവിക്കുന്ന കാലത്തും പലരും തെറ്റിദ്ധരിച്ച് പലതും പറഞ്ഞു പോയിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് മഹാനായ അബൂബക്കർ ഇമാദ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ ഇമാദ് റളിയല്ലാഹു അൻഹു അവിടുന്നൊരു സംശയം, ചെറിയൊരു സംശയം ഗൗസുൽ ആലമിനെ കുറിച്ച് പ്രകടിപ്പിച്ചു. അങ്ങനെ മഹാനായ ഗൗസുൽ ആലം ഉപ്പാപ്പ ഒരു വലിയ സദസ്സിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അബൂബക്കർ ഇമാദ് റളിയല്ലാഹു അൻഹു വരികയാണ് ആ സദസ്സിലേക്ക്. എന്നിട്ട് പറയാണ്, ഗൗസുൽ ആലം വലിയ കറാമത്തിന്റെ കശ്ഫ് കറാമത്തിന്റെ അഹ്ലുകാരാണെന്ന് പറയുന്നുണ്ടല്ലോ, അവിടുന്ന് സത്യമാണെങ്കിൽ എന്റെ മനസ്സിലുള്ള ചോദ്യത്തിന്റെ മറുപടി കൃത്യമായി ഇവിടുന്ന് ഞാൻ ചോദിക്കാതെ പറയാൻ കഴിയും എന്ന ഒരു ചിന്തയോടെ, എന്ന ഒരു നീയത്തോടെ ഗൗസുൽ ആലമിന്റെ വഴി കടന്നിരുന്നപ്പോൾ നിങ്ങൾ അറിയുമോ സഹോദരങ്ങളെ, ഗൗസുൽ ആലം ഉപ്പാപ്പ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തതാ അവിടുന്ന് മഹാനായ ഗൗസുൽ ആലം ഉപ്പാപ്പ പറയുകയാണ്, ഇഅ്തിഖാദു സലഫുസ് സ്വാലിഹ് വസ്സഹാബ. നമ്മുടെ ഇഅ്തിഖാദ്, നമ്മുടെ വിശ്വാസം സ്വാലിഹീങ്ങളുടെ വിശ്വാസമാണ്, സലഫുസ് സ്വാലിഹീങ്ങളുടെ വിശ്വാസമാണ്, സ്വഹാബത്തിന്റെ വിശ്വാസമാണ്. അബൂബക്കർ ഇമാദ് റളിയല്ലാഹു അൻഹുവിന് മഹാനവറുകളെ കുറിച്ച് സംശയമുണ്ടായിരുന്നു. അങ്ങനെ ആ സംശയത്തിനുള്ള മറുപടിയാണ് ഗൗസുൽ ആലം ഉപ്പാപ്പയതാ മഹാനായ അബൂബക്കർ ഇമാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് അവിടുന്ന് പ്രസംഗിക്കുകയാണ്. അബൂബക്കർ ഇമാദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, അതിന് പ്രസംഗിക്കുന്ന പ്രഭാഷകൻ പലതും പറയുന്നതിനിടയിലുള്ള ഒരു പറച്ചില് മാത്രമാണ്, എന്റെ ചോദ്യത്തിന് ഉത്തരമല്ല എന്ന് ചിന്തിച്ച് വീണ്ടും ഇരിക്കുമ്പോൾ ഗൗസുൽ ആലം വീണ്ടും അവിടുന്ന് പ്രസംഗിക്കുന്നു, ഇഅ്തിഖാദു സലഫിസ് സ്വാലിഹ് വസ്സഹാബ. നമ്മുടെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസമാണ്. ഞാൻ തുടർന്ന വഴി പുത്തൻവാദികളുടെ വഴിയല്ല, അത് സ്വഹാബത്തിന്റെ വഴിയാണ്, സലഫുസ് സ്വാലിഹീങ്ങളുടെ വഴിയാണെന്ന് രണ്ടാമതും ഇവിടുത്തെ മുഖത്ത് നോക്കിയിട്ടാണ് പ്രഖ്യാപിക്കുന്നത്.
മഹാനായ ഈ അള്ളാഹുവിനെ ചിന്തിക്കുകയാണ്. അതൊരു പക്ഷേ പ്രസംഗിക്കുന്ന ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ എന്റെ മുഖത്ത് നോക്കിപ്പോയതാകും എന്ന് വീണ്ടും അവിടുന്ന് ചിന്തിച്ചപ്പോഴാണ് മൂന്നാമത്തെ മറുപടി എന്താണെന്നറിയുമോ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ അറിയണേ, ആരാണ് റസൂൽ അല്ലാഹ്? ആരാണ് റസൂൽ അല്ലാഹ്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബാഗമെന്നോവർ. കൽബ് വായിക്കുന്ന നായകനാണ് ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. എന്നിട്ട് അബൂബക്കർ ഇമാദ് തങ്ങളുടെ സംശയം തീരാതെയായപ്പോഴാണ് ഗൗസുൽ ആലം അവിടുന്ന് വീണ്ടും പ്രഖ്യാപിക്കുകയാണ്, യാ അബൂബക്കർ, ഓ അബൂബക്കർ, ഇഅ്തിഖാദുനാ ഇഅ്തിഖാദു സലഫി സ്വാലിഹി വസ്സഹാബ, നമ്മുടെ വിശ്വാസം സഹാബത്തിന്റെ വിശ്വാസമാണ്. ഉണരണേ, എണീക്കണേ, എണീക്കണം നിങ്ങള്. നിങ്ങളുടെ ബാപ്പ വന്നിട്ടുണ്ട്, നിങ്ങൾ എന്നെ സംശയിക്കുന്നുവല്ലേ? നിങ്ങൾ അറിയുമോ, എത്രയോ കാലമായി കാണാത്ത നിങ്ങളെ ബാപ്പ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് മഹാനായ ഗൗസുൽ ആലം ശൈഖ് തങ്ങളെ പറഞ്ഞപ്പോൾ ഞെട്ടിത്തേച്ചു പോയ അബൂബക്കർ ഇമാദ് തങ്ങള്. നിങ്ങൾ അറിയുമോ, ഈ നിലക്ക് മഹാനവരെ തെറ്റിദ്ധരിച്ച ആളുകൾ അന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ചില ആളുകള് സത്യം മനസ്സിലായിട്ടും റസൂൽ പാപ്പാന്റെ കുത്തുബിയത്ത് നിഷേധിക്കുന്നവരുണ്ട്. അവിടത്തെ മൗലിദുകള്, അവിടത്തെ ജീവിതത്തെ, അവിടത്തെ സന്ദേശങ്ങള് വളരെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. കെട്ടുപോകല്ലേ സഹോദരങ്ങള്, തെറ്റിദ്ധരിച്ചു പോകല്ലേ സഹോദരങ്ങള്. മന്നാദാലി വലിയൻ ഫഖദ് ബാറസനി ബിൽ മുഹാറബ. മുഹയ്യദ്ദീനാണെന്ന് എഴുതി വെച്ചവരുണ്ട്. മുഹയ്യദ്ദീൻ, ദീനിനെ ഹയാത്താക്കിയവരെന്ന് നമ്മൾ അവിടെ വിളിക്കുമ്പോൾ ദീനിനെ ഹയാത്താക്കിയവരാണ്, തുന്നലിനെ ഹയാത്താക്കിയവരാണെന്ന് എഴുതി വെച്ചവരുണ്ട്. മഹാനവറുകളുടെ സിദ്ധാന്തം അവിടുന്ന് ശ്രീ ശങ്കരാചാര്യ സിദ്ധാന്തമാണ്, അദ്വൈത സിദ്ധാന്തമാണെന്ന് എഴുതി വെച്ചവരെ കാണാം. റസൂലുള്ളാഹിന്റെ കുത്തുബിയ്യത്ത് ഒരു പ്രാവശ്യം മഹാനവറുകളെ വിളിച്ചാൽ എത്രയോ പ്രാവശ്യം ഇസ്ലാമിന്റെ പുറത്തായി എന്ന് എഴുതി വെച്ചവരെ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ നിലക്ക് റസൂൽ ആലമിനെയും അവിടത്തെ വഴിയെയും നിഷേധിക്കുന്ന ആളുകളുടെ വഴിയിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. അങ്ങനെ പെട്ടുപോയാലുള്ള പ്രശ്നം എന്താണെന്നറിയുമോ? മന്നാദാലി വലിയൻ, എന്റെ ഔലിയാക്കൾ ആരെങ്കിലും എതിർത്താൽ ഫഖദ് ബാറസനി ബിൽ മുഹാറബ, അവരെന്നോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഔലിയാക്കളെ നിഷേധിച്ചു പോയാൽ നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടു പോകും. നമ്മുടെ ഈമാൻ നശിച്ചു പോകും, നമ്മുടെ ആഖിറം കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഔലിയാക്കളെ സ്നേഹിക്കുക, ഔലിയാക്കളെ ഇഷ്ടപ്പെടുക. വ്യാജന്മാരെ നമ്മുടെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക. ഔലിയാക്കന്മാരെ മഹബത്ത് വെക്കുക. ഔലിയാക്കന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതുക. ഗൗസുൽ ആലമിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതാത്ത ദിവസം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആ നിലക്ക് ഔലിയാക്കന്മാരെ മഹബത്ത് വെച്ച് ഒരുപാട് നന്മകൾ ചെയ്യാൻ സ്വാദിഖീങ്ങളോടൊപ്പം നിങ്ങൾ ചേരണമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ സ്വാദിഖീങ്ങളുടെ നായകന്മാരാണ് ഗൗസുൽ ആലം അടക്കമുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കളെങ്കിൽ ആ ഒരു വഴിയിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ചിന്തിച്ച് ജീവിച്ച് വിജയത്തിന്റെ വൈജയന്തി പാറിപ്പറപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഗൗസുൽ ആലമിനെ പഠിക്കണം. നീലെത്തിനോ എന്നെ വിളിഫോർക്ക് വൈകൂടാവൂത്തീരം ചെയ്യും ഞാനെന്നോവർ എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ.
ഫാത്തിമിയത്ത് ചൊല്ലിയാൽ കാവല, മുഹിയുദ്ദീൻ മൗലൂദ് ചൊല്ലിയാൽ കാവല, മുഹിയുദ്ദീൻ ബാല ചൊല്ലിയാൽ നമുക്ക് സന്തോഷമാ. എത്രയെത്ര രോഗങ്ങളാ മാറിയത്, എത്രയെത്ര കടങ്ങളാ വീടപ്പെട്ടത്, എത്രയെത്ര സ്തംഭിച്ചു പോയ ബിസിനസ്സുകളാ വളർന്നത്, എത്രയെത്ര വീടുകളാ ഉയർന്നത്, എത്രയോ ആളുകളുടെ പ്രയാസങ്ങൾ മാറിപ്പോയില്ലേ സഹോദരങ്ങളെ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ പിടിക്കണേ, അവിടത്തെ വഴിയെ നമ്മൾ ജീവിതത്തിന്റെ അതേ മാർഗമായി നമ്മൾ കാണണേ എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ.